അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ട്രൂത്ത് അബൌട്ട് മീ ഹിജ്റാസ് ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ രേവതി. അത് എ രേവതി എന്നുള്ള ട്രാൻസ്ജെൻഡറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എ രേവതി ആരാന്ന് നോക്കാം. എ രേവതി എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് റൈറ്ററാണ്, ആക്ടിവിസ്റ്റാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ് വുമൺ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഹിജ്റ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് എ രേവതി. എ രേവതി ദൊരൈസ്വാമി എന്നുള്ള പേരിലാണ് ആദ്യം ജനിക്കുന്നത്. അതായത് നമ്മുടെ തമിഴ്നാടുവിൽ നമക്കൽ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ജനിക്കുന്നത്. അപ്പോൾ ഇവർ പെണ്ണായതാണ് കേട്ടോ. അപ്പം പിന്നെ ദൊരൈസ്വാമി എന്നായിരുന്നു പേര്. സോ ഫിസിയോളജി, അതായത് ബോഡി ബേസിസിൽ ഇവർ ആൺകുട്ടിയായിരുന്നു. പിന്നീട് ഇവർക്ക് ആസ് എ ചൈൽഡ് ഇറ്റ്സെൽഫ് എന്താണ് രേവതിക്ക് സ്കൂളിലൊക്കെ, അതായത് രേവതിക്ക് ഒരു ഫെമിനൈൻ വേസ് അല്ലെങ്കിൽ ഫെമിനൈൻ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു മൈൻഡ് സെറ്റായിരുന്നു. ബോഡി ആൺകുട്ടിയുടേതായിരുന്നുവെങ്കിലും ഫെമിനൈൻ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഫെമിനൈൻ വേസിൽ പുള്ളിക്കാർ നടക്കാൻ ശ്രമിക്കുകയും അപ്പോഴത്തേക്കും സ്കൂളിലാണെങ്കിലും സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒരുപാട് വയലൻസ് ഈ കുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് യങ് ഗേൾസിൻ്റെ കൂടെയാണ് കളിക്കാൻ രേവതിക്ക് ഇഷ്ടം, ബോയ്സിൻ്റെ കൂടെ അല്ല. സ്ത്രീകളുടെ കണക്ക് ഡ്രസ്സ് ചെയ്തെടുക്കാൻ അമ്മയുടെ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നടക്കുന്നു. അപ്പോൾ ഒരു ഫീമെയിൽ ട്രാപ്ഡ് ഇൻ എ മെയിൽ ബോഡി, അതായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ്. സോ അവരുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡിഫിക്കൽട്ടീസ്, അതെങ്ങനെ അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ ബാധിച്ചു. അവരുടെ സ്കൂളിൽ നിന്ന് അവർക്ക് ഡ്രോപ്പ് ഔട്ട് ആവേണ്ടി വന്നു. അവർ 10ാം ക്ലാസ്സിൽ അവർക്ക് ഫെയിൽ ആവേണ്ടി വന്നു. അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഹിജ്റ കമ്മ്യൂണിറ്റിയെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. നമക്കലിലോട്ടൊരു സ്കൂൾ ട്രിപ്പ് ചെയ്തപ്പോഴാണ് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഒരു ഹിജ്റ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയുന്നതും അവരെ പോയി മീറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ അവരുമായിട്ട് നല്ല രീതിയിലൊരു കണക്ഷൻ ഫീൽ ചെയ്യുകയും എന്നിട്ട് ഇവർ ഡൽഹിയിലോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്, വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ട്രൂ ആയിട്ടുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ ഡൽഹിയിൽ അവർ ഒരുപാട് ഹിജ്റ കമ്മ്യൂണിറ്റിയെ മീറ്റ് ചെയ്യുകയും അവരുടെ കൂടെ താമസിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഷീ ലേറ്റർ ഒരു സെക്സ് ചേഞ്ച് ഓപ്പറേഷനിൽ അണ്ടർഗോ ചെയ്യുവാണ് ഇവർ. ആൻഡ് അവിടെ വെച്ചിട്ട് അവർ ഹിജ്റ ഹൗസ് ഹോൾഡിലോട്ട്, അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ ട്രാൻസ്ജെൻഡർ ഹൗസ് ഹോൾഡിലോട്ട് ഇവർ ഇനിഷ്യേറ്റഡ് ആവുകയാണ് ആ സെറിമണിയൊക്കെ കഴിഞ്ഞ്. ആഫ്റ്റർ ഹെർ ഓപ്പറേഷൻ ഇവർ രേവതി എന്നുള്ള പേര് അവർ സ്വീകരിക്കുകയും അവരവരുടെ ഗുരു, അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഗുരു അല്ലെങ്കിൽ ഹെഡ്, ആ ഗുരുവിൻ്റെ കൂടെ താമസിക്കുകയും ചെയ്യുവാണ്. ആൻഡ് അവരുടെ ട്രൂ ജെൻഡർ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള സ്ത്രീ ആയിട്ട് ഇവർക്ക് മാറാൻ സാധിച്ചു. ഓക്കെ, ഒരുപാട് സോഷ്യൽ എക്സ്ക്ലൂഷനും വയലൻസും സെക്ഷൽ അസോൾട്ടും ഒക്കെ ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ജോലികൾ ഇവർ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് വെഡ്ഡിങ്സിൽ ഡാൻസ് ചെയ്യുക, ബെഗ് ചെയ്യുക, അതായത് ഭിക്ഷ അയച്ചു പോവുക, സെക്സ് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് മന്തിന് ശേഷം അവർ ഡൽഹി ലൈഫ് ടയേർഡായി അവർ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വീട്ടുകാർ ഇവരെ സ്വീകരിക്കുന്നത്. ഭയങ്കര വയലൻസോട് കൂടിയാണ് ഇവർ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആൻഡ് ഷീ സബ്സിക്വൻ്റ്ലി എന്ത് ചെയ്തു, തമിഴ്നാട് വിട്ട് ഇവർ വീണ്ടും ബാംഗ്ലൂർ വർക്കിന് വേണ്ടി പോകുന്നു. ആൻഡ് പിന്നീട് വീണ്ടും സെക്സ് വർക്ക് പോകുന്നു. ഫൈനലി സംഗമ എന്നുള്ളൊരു NGO ഓർഗനൈസേഷൻ, അത് സെക്ഷൽ മൈനോറിറ്റീസിന് വേണ്ടി, അതായത് ഇങ്ങനെ LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഇതാണ് സംഗമ. അപ്പോൾ ഈ സംഗമ എന്നുള്ള ഓർഗനൈസേഷനിൽ ഇവർ ജോലി ചെയ്യുകയും അവർക്കൊരു ജോബ് കിട്ടുകയാണ്. അങ്ങനെ അവർ ആക്ടിവിസ്റ്റായിട്ട് മാറുകയും മീറ്റിംഗ്സിലും ഒക്കെ പങ്കെടുത്ത് അവരൊരുപാട് ഇവരുടെ റൈറ്റ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ഓർഗനൈസേഷനിൽ പ്യൂണായിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഫൈനലി ഒരു ഡയറക്ടറായിട്ട്, സംഗമയുടെ ഡയറക്ടറാണ് ഇവർ. ഓക്കെ, പിന്നെ ഒരു ഷോർട്ട് പീരീഡിൽ ഇവരൊന്ന് കല്യാണം കഴിക്കുന്നുണ്ട് ഈ സംഗമയിൽ തന്നെ കോവർക്കറായിട്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഫെയിൽഡ് ഒരു റിലേഷൻഷിപ്പ് ആകുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ റൈറ്റ് ആക്ടിവിസ്റ്റായിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു വർക്ക് ചെയ്യുവാണ്. ഫസ്റ്റ് ബുക്ക് തമിഴിൽ ഉണർവും ഉരുവവും എന്ന് പറഞ്ഞ് ഒരു ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ലൈവ്സ് അവർ വേർഡ്സ് 2004 അത് ഈ ഹിജ്റ കമ്മ്യൂണിറ്റിയിൽ, സൗത്ത് ഇന്ത്യയിലുള്ള ഹിജ്റ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ റിയൽ ലൈഫ് സ്റ്റോറീസാണ്. ഓക്കെ, പിന്നീടാണ് ഇവരുടെ സെക്കൻഡ് ബുക്കായിട്ടുള്ള ദ ട്രൂത്ത് അബൌട്ട് മീ എ ഹിജ്റ ലൈഫ് സ്റ്റോറി എന്നുള്ള ഓട്ടോബയോഗ്രഫി ഇവർ പബ്ലിഷ് ചെയ്ത് 2010 വെച്ച്. ഇത് തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്തത് ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയനായിട്ടുള്ള V ഗീതയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേവതിയെ സംബന്ധിച്ചിടത്തോളം ഇനിഷ്യലി ഈ ബുക്ക് ഇംഗ്ലീഷിലാണ് ഇറക്കാനിരുന്നത്. കാരണം തമിഴിലോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അവർക്ക് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാത്തതുണ്ട്. പക്ഷേ തമിഴിൽ ഇവഞ്ച്വലി പബ്ലിഷ് ചെയ്തു 2011 വെള്ളൈ മൊഴി എന്നും പറഞ്ഞ്. പിന്നെ
അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ലൈഫ് സ്റ്റോറീസ്, അതായത് ഒരുപാട് റൈറ്റേഴ്സിനെയൊക്കെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്തതിന് ശേഷം 2-3 ട്രാൻസ്ജെൻഡേഴ്സും കൂടി എന്താണ് അവരവരുടെ ഓട്ടോബയോഗ്രഫീസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ സരവണനല്ല എന്ന് പറഞ്ഞ് പ്രിയ ബാബു എന്ന് പറഞ്ഞ ഒരാൾ, ഒരു സ്ത്രീ എന്താണ് അവരുടെ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ ട്രാൻസ്ജെൻഡറാണ്. പിന്നെ വിദ്യ, ലിവിങ് സ്മൈൽ വിദ്യ എന്നുള്ള ട്രാൻസ്ജെൻഡറും അവരുടെ ഒരു ഓട്ടോബയോഗ്രഫി പോലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഐ ആം വിദ്യ എന്ന് പറഞ്ഞ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതർ ഹിജറ റൈറ്റേഴ്സിനെയും എന്താണ് ഇവർ ഇൻസ്പയർഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വേറെയും ട്രാൻസ്ജെൻഡേഴ്സ് ഓട്ടോബയോഗ്രഫീസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫിലിം കരിയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 2008 തേനാവട്ട് എന്നുള്ള സിനിമയ്ക്കകത്ത് ഇവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മലയാള മൂവി ആയിട്ടുള്ള അന്തരം എന്നുള്ള മൂവിക്കകത്തും ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു ട്രാൻസ്ജെൻഡർ ആക്ട്രസ് ആയിട്ട് ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് ഇവർ 2022 ഉണ്ടായിരുന്ന അന്തരം എന്നുള്ള സിനിമയ്ക്കകത്ത് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. സോ നമുക്കിനി നോക്കാനുള്ളത് രേവതിയുടെ ഫോട്ടോ ഒക്കെ നമുക്ക് വിക്കിപീഡിയക്കകത്ത് കാണാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ രേവതിയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദ ട്രൂത്ത് അബൌട്ട് മീ, ഹിജ്റ ലൈഫ് സ്റ്റോറിയുടെ ഒരു സമ്മറി പ്ലസ് അനാലിസിസ് നോക്കാം. അപ്പോൾ രേവതി ഒരു ട്രാൻസ് വുമൺ ആണ്, അതായത് പെണ്ണായതാണ്, ട്രാൻസ് വുമൺ ആണ്. പിന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആക്ടിവിസ്റ്റ് ആണ്. സെക്ഷൽ വർക്കേഴ്സിന് വേണ്ടിയും സെക്ഷുവൽ മൈനോറിറ്റീസിന് വേണ്ടിയും സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അവരുടെ സെക്കൻഡ് ബുക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2002 പബ്ലിഷ് ചെയ്തത്. ഈ ഒരു ബുക്കിനകത്ത് അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫ് ഇവൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് എ തേർഡ് ജെൻഡർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, സഫറിങ്സ് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആൻഡ് ഇവരുടെ ആ ഒരു ട്രാജഡിയെക്കുറിച്ചും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന അൺടോൾഡ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് ഇവർ ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ഇവരുടെ ട്രൂ ജെൻഡർ ഐഡൻറ്റിറ്റി എപ്പോഴും ഈ ട്രാൻസ്ജെൻഡേഴ്സിന്, അതായത് ഇപ്പോൾ ഇവർ രേവതി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയായിട്ടാണ് ജനിച്ചത്. അപ്പം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം ആൺകുട്ടിയുടെ ഇതൊക്കെയാണ്. ഓക്കെ, ശരീരം എല്ലാം അത് ഫിസിക് എന്ന് പറയുന്നത് ആൺകുട്ടിയുടേതാണ്. പക്ഷെ അവരുടെ മനസ്സിലാണ് ഇവർ പെൺകുട്ടിയാണ്, ആ ഒരു ഫെമിനൈൻ ഫീലിങ്സ് വരുന്നത്. സോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വുമൺ ട്രാപ്ഡ് ഇൻ എ മെയിൽ ബോഡി എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പം എന്ത് ചെയ്യും, ഇവരെ പോലുള്ളവർ ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് അവർക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അപ്പം ആ ഒരു രീതിയിലാണ് ഇവർ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, സൊസൈറ്റിയുടെ ആണെങ്കിലും ഫാമിലിയുടെ കയ്യിൽ നിന്നാണെങ്കിലും റിഡിക്യൂൾസും അതുപോലെ തന്നെ ഒരുപാട് സെക്ഷൽ അസോൾട്ടും ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഫേസ് ചെയ്യും. കാരണം ഇവരെ മിക്കവാറും റിലേറ്റീവ്സ്, ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും കൂടുതൽ ഉപദ്രവിക്കുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം നാട്ടുകാരോ എന്തെങ്കിലും തടഞ്ഞു നിർത്തി അങ്ങനെയുള്ള ഇവരെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഡബിൾ മീനിങ്ങിൽ വരുന്ന സംസാരങ്ങളും ഒക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നായിരിക്കും, ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് റിയലൈസ് ചെയ്യുന്നത് അവരുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്തുവാണെന്ന്. സോ അവരുടെ ആ വയലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ നേരിടുന്ന ആ ഹാർഡ്ഷിപ്സ് അവിടെ തൊട്ട് തുടങ്ങുവാണ്. അപ്പോൾ കണ്ടംപററി റൈറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവർ അതായത് ഇങ്ങനെ, അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണുള്ളത്. അവരാണാണോ പെണ്ണാണോ, അത് എന്തുകൊണ്ടാണ് എന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത് എന്നുള്ളൊരു ക്രൈസിസ് അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിനും എന്താണ്, സൊസൈറ്റിയിൽ ഒരു റെക്കഗ്നീഷൻ വേണം, അല്ലേ? ആൻഡ് ദാറ്റ് ഇസ് വൈ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവരുടെ പോലുള്ള ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ബോഡി, അതായത് ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫീസ് എന്ന് പറയുന്നത് ബോഡി നറേറ്റീവ്സ് ആയിട്ട് ആണ് അവർ എഴുതുന്നത്. അതായത് അവരുടെ ബോഡിയിലെയും മൈൻഡിലെയും കാര്യങ്ങളാണ് അവർ എഴുതുന്നത്. ഇവരുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു, ഇവരുടെ മൈൻഡിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു, അത് തമ്മിലൊരു ക്രൈസിസ് പോലാണ് പിന്നെ അവർ എന്ത് ചെയ്യുന്നത്, അവർ ഈ ഓട്ടോബയോഗ്രഫീസിലൂടെ നമ്മളുടെ അടുത്ത് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത്. സോ അവർക്കൊരു റെക്കഗ്നേഷന് വേണ്ടിയാണ് അവർ ശരിക്കും പറഞ്ഞ ഈ ഓട്ടോബയോഗ്രഫീസ് എല്ലാം എഴുതുന്നത്. നോർമലി മാൻ ആൻഡ് വുമൺ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. പക്ഷേ നമ്മൾ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തേർഡ് ജെൻഡർ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഓട്ടോബയോഗ്രഫീസിലൂടെ മാത്രമാണ് എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ഓട്ടോബയോഗ്രഫീസ് എഴുതാൻ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ് എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവരെയാണ് സെക്ഷൽ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് പിന്നെ അതുപോലെ തന്നെ എന്താണ്, അവരൊരു കോമൺ ഇൻഡിവിജ്വലിനെ പോലെ ആയിരിക്കും അവളെ വളർത്തുന്നതും അവർ ജനിച്ചതും ഒക്കെ. പക്ഷേ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്തോ ഒരു ചെറിയൊരു പ്രശ്നം കാരണം അവർക്ക് എന്ത് പറ്റുന്നു, അങ്ങനെയാണ് അവർ എന്തോലോട്ട് മാറുന്നത്, ട്രാൻസ്ജെൻഡറായിട്ട് മാറുന്നത്. സോ അവർക്കൊരു പ്രോപ്പർ ഐഡൻറ്റിറ്റി സൊസൈറ്റിയിലും കിട്ടുന്നില്ല, അവർക്ക് ഉള്ളിലും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രൈസിസിലായി പോകുന്നത്. ഇനി ഹിജ്റ എന്നാണ് നമ്മൾ ഇന്ത്യൻ ടേം, ട്രാൻസ്ജെൻഡേഴ്സിനെ വിളിക്കുന്ന ടേം ഹിജഡ അല്ലെങ്കിൽ ഹിജ്റ എന്നാണ്. ഈ ഉറുദു വേർഡ് ഹിജ്റ അല്ലെങ്കിൽ ഹിജ് എന്ന് പറയുന്നത് ഒരു അതായത് ലീവിങ് വൺസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലീവിങ് വൺസ് ട്രൈബ് എന്നാണ്. ഇപ്പോൾ ജനറലി എന്താണ്, ഇന്ത്യൻ സൊസൈറ്റിയിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ടു ബി കൺസിഡേഴ്സ് ഹിജ്റാസ്. അതായത്
ആണുങ്ങളിൽ, അതായത് ആണായിട്ട് ജനിച്ചിട്ട് പെണ്ണായിട്ട് തോന്നിയുണ്ട്, പെണ്ണായിട്ട് ജനിച്ചിട്ട് ആണായിട്ട് തോന്നിയുണ്ട്. സോ 2 കാറ്റഗറീസും വരുന്നുണ്ട്. ബിക്കോസ് ദേ വെർ ഓൾമോസ്റ്റ്, അതായത് അവരെല്ലാ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടുകയാണ്, അവരെ നെഗ്ലക്ട് ചെയ്യുന്നവരാണ് നമ്മൾ. ഐ മീൻ ആ ഹെട്രോ നോർമേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഹെട്രോസെക്ഷൽ സൊസൈറ്റി അംഗീകരിച്ചിട്ടുള്ളത് മെയിലും ഫീമെയിൽ ജെൻഡറാണ്. പക്ഷേ ഇവരെ പോലുള്ള ആളുകളും കൂടി അങ്ങനെയാണ് തേർഡ് ജെൻഡർ എന്നുള്ളൊരു പ്ലേസ്മെൻറ്റ് അവർക്ക് കിട്ടുന്നത്. അവരെ നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് നെയിംസ് ഇട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് നെയിംസ് എന്ന് പറയുമ്പോൾ അവരെ ആരവാണി എന്ന് വിളിക്കുന്നുണ്ട്, പൊട്ടയെന്ന് വിളിക്കുന്നുണ്ട്, നമ്പർ 9 എന്നൊക്കെ അങ്ങനെ ഒഫെൻസീവ് ആയിട്ടുള്ള ടേംസ് വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് പഠിക്കാനുള്ള ഒരു വർക്കിനകത്ത് ഇതൊരു ഓട്ടോബയോഗ്രഫിയാണ്. തമിഴിലായിരുന്നു ആദ്യമേ എഴുതിയിരുന്നത്, പിന്നീട് വി ഗീതയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്തൊക്കെ ഹിഡൻ ഇഷ്യൂസ് ഉണ്ടെന്ന് നമ്മളെ അടുത്ത് പറയുകയാണ് ഈ ഓപ്പൺ ആയിട്ട് ഈ ഒരു വർക്കിലൂടെ. അപ്പോൾ നോക്കാം നമുക്ക്. ഇപ്പോൾ രേവതി ജനിച്ചത് നമക്കൽ ഡിസ്ട്രിക്റ്റിലാണ്. ഫെമിനൈൻ ക്വാളിറ്റീസ് ആയിരുന്നു. യങ്ങസ്റ്റ് സൺ ആയിരുന്നു ഫാമിലിയിലെ. സോ ഭയങ്കര അഫെക്ഷനേറ്റ് ആയിരുന്നു പേരൻസ്. ദൊരൈസ്വാമി എന്നായിരുന്നു വിളിച്ചിരുന്നത്. സ്കൂൾ ഡേയ്സിൽ ദൊരൈസ്വാമി എന്താണ് കൂടുതലും ഗേൾസുമായിട്ട് അല്ലെങ്കിൽ ഗേൾസ് ഓറിയൻറ്റഡ് ഗെയിംസ് ആയിരുന്നു കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. സർപ്രൈസിംഗ്ലി 1 day ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം സ്കൂൾ ഈ കുട്ടി ദൊരൈസ്വാമി എന്ത് ചെയ്യാണ്, സിസ്റ്ററിൻ്റെ സ്കേർട്ടും ഒക്കെ എടുത്ത് ഉടുത്ത് ഡാൻസ് കളിക്കുമായിരുന്നു. 10 വയസ്സായപ്പോൾ തന്നെ ജെൻഡർ ട്രബിൾസ് തുടങ്ങി, അതായത് ആ കൺഫ്യൂഷൻസ് തുടങ്ങി, ഐഡൻറ്റിറ്റി ക്രൈസിസ് തുടങ്ങി. പക്ഷേ ഫാമിലി ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ നെയ്ബേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു, അതായത് സൊസൈറ്റി നേരത്തെ കണ്ടുപിടിച്ചിരുന്നു ഫാമിലിയെക്കാട്ടിലും. അങ്ങനെ മെജോറിറ്റി ഓഫ് വില്ലേജ് പീപ്പിൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ദൊരൈസ്വാമിയെക്കുറിച്ച് പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. ചില ഫ്രണ്ട്സും നെയ്ബേഴ്സും ഒക്കെ ഫൗൾ ലാംഗ്വേജ് വെച്ചിട്ട് ദൊരൈസ്വാമിയെ നമ്പർ 9 എന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്തു, അതെല്ലാം ഇഗ്നോർ ചെയ്തിരുന്നു. 7th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഈ കുട്ടിക്ക് എന്താണ് ഒരു ചന്ദ്രമതി എന്നും പറഞ്ഞ് ഒരു ഗേൾ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഫീമെയിൽ റോള് കിട്ടി. ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് 10th ക്ലാസ് ആയപ്പോൾ ബയോളജിക്കൽ ചേഞ്ചസ് ബോഡിയിലും മൈൻഡിലും കുട്ടിക്ക് വരാൻ തുടങ്ങി, സെൻസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ ദൊരൈസ്വാമി ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആൻഡ് ഫാസിനേറ്റഡ് ആയി മാറി. അപ്പോൾ ഈ ഒരു യങ് ഏജിൽ ടെമ്പിളിൽ എല്ലാ സാറ്റർഡേയും വിസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ 1 day ഒരു ഗ്രൂപ്പ് ഓഫ് ഹിജ്റാസിനെ ടെമ്പിളിൽ വെച്ച് ഈ കുട്ടി കണ്ടു. ആൻഡ് അവർക്ക് അപ്പോൾ അയാൾക്ക് മനസ്സിലായി അവരെല്ലാം ഫീമെയിൽ കോസ്റ്റ്യൂമിലായിരുന്നു. സോ ദൊരൈസ്വാമിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി എന്നെ പോലുള്ള ആളുകളാണ് വരുന്നത്. അങ്ങനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് അവരുമായിട്ട് കുറേ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ ഹിജ്റാസുമായിട്ട് ഇവർ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ എ വീക്ക് ദൊരൈസ്വാമി ഇവരുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അങ്ങനെ ലേറ്റർ ഇവരാണ് ശരിക്കും പറഞ്ഞത് ഇങ്ങനെ ഓപ്പറേഷൻ ഉണ്ടെന്നും പിന്നെ ഡിണ്ടിഗൽ എന്നുള്ള സ്ഥലത്താണ് ഒരമ്മയുണ്ട്. ആ അമ്മയാണ് ഇങ്ങനെയുള്ളവർക്ക് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നത്, അതായത് ആ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. സോ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇയാൾക്ക് കിട്ടി. അങ്ങനെ ദൊരൈസ്വാമി എന്ത് ചെയ്തു, സ്ത്രീ ആവാൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങി. ദെയർഫോർ ഹി ആൻഡ് ഹിസ് ഫ്രണ്ട് എന്ത് ചെയ്തു, ഈ അമ്മയെ കാണാൻ വേണ്ടി വീട് വിട്ടിറങ്ങി. അങ്ങനെയാണ് രേവതി എന്നുള്ള പേര് ഇയാൾ സ്വീകരിക്കുന്നത്. ദൊരൈസ്വാമി സീക്രട്ട്ലി ഈ ഒരു ജെൻഡർ ഇഷ്യൂവിൻ്റെ കാര്യം പേരൻസിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. തമ്മിൽ ഈ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ പൊട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ദൊരൈസ്വാമി ഓപ്പറേഷന് ശേഷമാണ് രേവതിയായിട്ട് മാറുന്നത്. ഫൈനലി ഡ്യൂറിങ് ദി ടെമ്പിൾ ഫെസ്റ്റിവൽ ടൈം ദൊരൈസ്വാമി രേവതിയായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തു. അതായത് ഒരു ഫീമെയിലായിട്ട് ഇവർ സ്വന്തം ഇയാൾ തന്നെ അങ്ങ് ഡിക്ലെയർ ചെയ്തു. ആഫ്റ്റർ എ മന്ത് രേവതി ഹോം ടൗണിലോട്ട് പേരൻസിനെ വിസിറ്റ് ചെയ്യാൻ പോയി. പക്ഷേ ഇന്ത്യൻ സോഷ്യൽ സെറ്റപ്പിൽ ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ ഒരു ഒപ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ മീൻവെൽ രേവതി അവളുടെ സിസ്റ്ററിൻ്റെ കല്യാണം നടക്കുവാണെന്ന് അറിഞ്ഞ് സിസ്റ്ററിൻ്റെ മാരേജിന് സെറമണിക്ക് പങ്കെടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. രേവതിയായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് ഫാമിലി മെമ്പേഴ്സ് ബ്രൂട്ടലി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവൾ തിരിച്ചു പോവുകയാണ് ഇവളുടെ ഗുരുവിനെ കാണാൻ. അതായത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഗുരു ഉണ്ട് എപ്പോഴും. ആ ഗുരുവിനെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്നുണ്ട്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അത്. അറ്റ് ലാസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ഫ്രണ്ട്സ് ഗുരുവിൻ്റെ പ്ലേസിൽ പോവുകയാണ് ഡൽഹിയിൽ. ആൻഡ് ഈ സ്ത്രീ, അതായത് വുമൺ കോസ്റ്റ്യൂം ഇട്ട് നാട്ടിൽ വന്നതാണ് ഇത്ര അടിയും കിട്ടാൻ കാരണം. പക്ഷേ അതായത് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് സ്ത്രീ ആകും എന്നുള്ളത് നമ്മുടെ സൊസൈറ്റി ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. അതായത് ദൈവം തന്ന ബോഡി നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് മറ്റൊരിതായിട്ട് മാറുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇന്ത്യയിൽ എന്നാലും ലോർഡ് ശിവ, നമ്മുടെ അർദ്ധനാരീശ്വര കോൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള ഗോഡ്സ്, അതായത് അർദ്ധനാരീശ്വര കോൺസെപ്റ്റ് അല്ലെങ്കിൽ ശിവൻ്റെ ഈ അർദ്ധനാരീശ്വര ഫോമിനെയൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, വേർഷിപ്പ് ചെയ്യുന്നത്. അപ്പം അതായത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലർ ട്രാൻസ്ജെൻഡേഴ്സിനെ ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടും ആസ് എ ബ്ലെസ്സിങ് ആയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിക്കുന്നത് ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവർ ന്യൂ ബോൺ സെറമണീസിലൊക്കെ ഇവർ വന്ന് ബ്ലെസ് ചെയ്യുന്നത്, മാരേജ് സെറമണീസിലൊക്കെ ബ്ലെസ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ
എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഇവർക്ക് എഡ്യൂക്കേഷൻ പകുതിക്ക് വെച്ച് മുടങ്ങി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവർ സെക്സ് വർക്ക് അല്ലെങ്കിൽ ബെഗ്ഗിങ് ആയിരിക്കും ചെയ്യുന്നത്. അത് നമുക്കിതിനകത്തും സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രേവതി പറയുന്നുണ്ട് ഈ ഹിജറ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് കൾച്ചറൽ നോംസിനെ കുറിച്ച്. അതായത് ഒരു ഗുരു ചേല റിലേഷൻഷിപ്പ് ഉണ്ട് എല്ലാ ഹിജറ കമ്മ്യൂണിറ്റീസിലും. ഗുരു ചേല എന്ന് വെച്ചാൽ ഗുരു എന്ന് വെച്ചാൽ ഹെഡാണ് ഹിജറാസിൻ്റെ. അപ്പോൾ അതായത് അമ്മ പോലെ ഉള്ള ഗുരു ചേല എന്ന് വെച്ചാൽ ഡിസൈപ്പിൾ. ഓക്കെ, അപ്പോൾ അതായത് ഗുരുവിൻ്റെ താഴെ ഇങ്ങനെ ചേരുന്നവരെയാണ് ചേലകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ രേവതിക്കും ഒരു ഗുരുവുണ്ട്. രേവതിയുടെ ഗുരുവിൻ്റെ ചേലയാണ് ആര് രേവതി എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ടേംസും കണ്ടീഷൻസും ഫ്രേസസും ഡിക്ഷനും എല്ലാം ഉണ്ട്. ട്രഡീഷണൽ റൂൾസാണ് ഇവർ ഫോം ചെയ്യുന്നത്. അതായത് ഒരു ജമാഅത്ത് ഉണ്ട് ഇവർക്ക്. പിന്നെന്താണ്, അതുപോലെ തന്നെ ഫസ്റ്റ് ചേലയാവുന്നവർക്ക് വേറൊരു പേരാണുള്ളത്. അതായത് ഗോരി മൂർത്തൻ എന്നാണ് പറയുന്നത്. പിന്നെ ഡയറ്റിയെ വിളിക്കുന്ന റീത്ത് എന്നാണ്. അങ്ങനെ ഹിജറാസിന് എന്താണ് ഹൗസ് ഹോൾഡ്, അതായത് അവരുടെ ആ ഹൗസ് ഹോൾഡിന് തന്നെ ഹിജറ ഹൗസ് ഹോൾഡിന് തന്നെ മറ്റൊരു പേരുണ്ട്. ഓക്കെ, അപ്പോൾ രേവതിയുടെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെന്താണ്, രേവതിയുടെ ഫ്രണ്ട്സ് കുറേ പേര് കാണാതെ പോകുന്നതും അവരൊക്കെ മരിച്ചു കിടക്കുന്നതും പിന്നെ അത് കേസാക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനകത്ത്. ആൻഡ് അവരെ അതായത് രേവതിയുടെ ഒരു ഫ്രണ്ട് ശകുന്തള, അത് എന്താണ് ഈ ശകുന്തളയെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവർ ഈ ചേലാസ് പോയി പണിയെടുത്തുകൊണ്ടിരുന്ന കാശ് ഗുരുവിനെയാണ് ഏൽപ്പിക്കേണ്ടത്. കുറച്ച് പാതി ഗുരുവിനെ ഏൽപ്പിക്കണം. സോ ഗുരു അങ്ങനെ ഈ ശകുന്തളയുടെ ഗുരു ശരിക്കും പറഞ്ഞാൽ പൈസ കിട്ടാത്തതുകൊണ്ട് ഇവരെ ബ്രൂട്ടലി അറ്റാക്ക് ചെയ്യുന്നുണ്ട് ശകുന്തള. ശകുന്തള എന്താണ് ഗുരുവിൻ്റെ ഹൗസൊക്കെ വിട്ടിട്ട് ഒരു മനുഷ്യനെ കല്യാണം കഴിക്കുകയും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാളും എന്താണ് ഇങ്ങനെയുള്ളവർക്ക് കല്യാണം മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അതായത് ഭയങ്കര അബ്യൂസ് ചെയ്യാൻ വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയും ചില ആളുകൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്തിട്ട് അങ്ങ് കൊല്ലത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ശകുന്തളയ്ക്കും ഇതുപോലെ തന്നെ ഇൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അവസാനം ക്യാഷിന് വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഫേസ് ചെയ്യുന്നതാണെന്ന് രേവതി പറയുന്നുണ്ട്. ആസ് എ റിസൾട്ട് എന്താണ് അവരുടെ ഐഡൻറ്റിറ്റി റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹിജറ കമ്മ്യൂണിറ്റി ഇറങ്ങുന്നു. ഇൻ ദിസ് വേ എന്താണ് അവരെ ഓരോ സ്റ്റേജിലും വിക്ടിമൈസ്ഡ് ആവുകയാണ് ഈ ഒരു സിവിലൈസ്ഡ് വേൾഡിലും. ഫോർ ഇൻസ്റ്റൻസ് എന്താണ് രേവതി പേരൻസിൻ്റെ അടുത്ത് റിട്ടേൺ ചെയ്തപ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു ഇവരുടെ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും ഒക്കെ. അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് എന്താണ് ഇവർക്ക് ഒരിക്കലും ഫാമിലിക്ക് പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ ആ ടോർച്ചറും മെൻ്റൽ അങ്ങനെ സഹിക്കാൻ വയ്യായിരുന്നു. ഇയാളുടെ ബ്രദേഴ്സൊക്കെ നല്ല രീതിയിൽ ഇവരെ അടിച്ചു. സോ പക്ഷേ എന്നിട്ട് ഇവർ ഡിറ്റർമൈൻഡ് ആയിട്ടാണ് ഗുരുവിൻ്റെ പ്ലേസ് ഡൽഹിയിൽ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഇവർ നിർവാണ അറ്റൻഡ് ചെയ്യുകയാണ്. നിർവാണ എന്ന് വെച്ചാൽ മറ്റേ കാസ്ട്രേഷൻ പ്രോസസ്സ്, ഓപ്പറേഷൻ ചെയ്ത് മാറ്റുക റീപ്രൊഡക്റ്റീവ് പാർട്ട്. അങ്ങനെയാണ് ഇവർ വുമണായിട്ട് മാറുന്നത്. ഓക്കെ, അതായത് ആ ഒരു സ്ത്രീയായിട്ട് മാറണം എന്നുള്ള ആഗ്രഹം അപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ പിന്നെ ഒരുപാട് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കണം അവർക്ക്, എന്നാലേ കംപ്ലീറ്റ് ആയിട്ട് ബോഡി ട്രാൻസ്ഫോം ചെയ്യത്തുള്ളൂ. ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കണം, എന്നാലേ കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ബീങ് എ ട്രാൻസ്ജെൻഡർ എന്താണ് ഹിജറയുടെ ആ ഒരു പിന്നെ നോംസും കണ്ടീഷൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിരിക്കണം നമ്മൾ ആ ഹിജറ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ മെയിൻ ടൈം എന്താണ് ഇവർ പൈസയ്ക്ക് വേണ്ടി ഫ്ലഷ് ട്രേഡ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറേണ്ടി വരുന്നു. പക്ഷെ അവരുടെ മനസ്സ് അനുവദിച്ചില്ലെങ്കിലും ഫാമിലി എന്താണ് അവരെ കൂടെ ഉള്ളവരാണെങ്കിലും ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ജോലിക്കാണ് പോകുന്നത്. അപ്പോൾ അതും ഭയങ്കര വല്ലാത്ത കണ്ടീഷൻസ് ആണ്. രേവതി സെക്സ് വർക്കിന് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ രേവതിക്ക് അറിയാം ഇങ്ങനെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയൊക്കെ അവസ്ഥ. HIV AIDS പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പിടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റായിട്ടൊക്കെ മാറുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടി. അങ്ങനെ രേവതിയെ സിസ്റ്ററെന്നും ഡോട്ടറെന്നും ഒക്കെയാണ് വിളിക്കുന്നത് കേട്ടോ. ഇവരുടെ ഇടയിലുള്ള ആളുകൾ ഭയങ്കര ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്മ്യൂണിറ്റി പോകുന്നത്. അങ്ങനെ രേവതി, മയൂരി, ഫാമില എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഇവർ തന്നെ ഫോം ചെയ്യുന്നുണ്ട്. രേവതി ആകുന്നു, പിന്നെ ഗുരു ആകുന്നു അവരുടെയൊക്കെ. അങ്ങനെ അവർക്ക് എല്ലാ റൈറ്റ്സും ഫ്രീഡവും കൊടുക്കുന്നുണ്ട്. ഒരേ സ്ഥലത്ത് ജീവിക്കണം എന്നാണ് ഗുരുവും ചേലകളും ഒരേ സ്ഥലത്ത് ജീവിക്കണം എന്നാണ്. പക്ഷേ രേവതി ഗുരുവായപ്പോൾ ഇവരെല്ലാം ഫ്രീഡം കൊടുത്തിട്ടാണ് നോക്കുന്നതൊക്കെ. ആൻഡ് പിന്നെന്താണ് ഈ 3 ചേലാസിനെയും രേവതി എന്ത് ചെയ്യുന്നുണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ് ആക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അങ്ങനെയാണ് രേവതി സംഘം, അതായത് സെക്ഷൽ മൈനോറിറ്റി ഓർഗനൈസേഷനിൽ എത്തിപ്പെടുന്നതും. പിന്നെ രേവതി എന്താണ് ഓപ്പൺലി ഈ ഒരു ലൈഫിനെ അങ്ങ് വെൽക്കം ചെയ്യുവാണ്. അങ്ങനെ രേവതി കോവർക്കറിനെ കല്യാണം കഴിക്കുന്നു. പക്ഷേ രേവതിയുടെ ഗുരു പറയുന്നുണ്ട് കല്യാണം കഴിച്ചാലും അത് അധികം ശാശ്വതമായിരിക്കത്തില്ല, പക്ഷേ എന്നാലും കല്യാണം കഴിക്കുന്നുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ്. പക്ഷേ രേവതിയുടെ ഹാപ്പി ലൈഫ് ഇങ്ങനെ ലാസ്റ്റ് ചെയ്തില്ല. ഇറ്റ് വാസ് ടഫ്. അതായത് ഹസ്ബൻഡ് ഇങ്ങനെ വിട്ടിട്ട് പോയി. ആൻഡ് അതുപോലെ തന്നെ ഫാമിലി ഇവളുടെ ഡോട്ടറായിട്ടുള്ള രേവതിയുടെ ഡോട്ടർ എന്നാണ് വിളിക്കുന്നത്, ചേലയെ ഡോട്ടർ എന്നാണ് പറയുന്നത്. ഫാമിലി സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ട്രാജിക് ഇൻസിഡൻസ് ഇവിടെ ലൈഫിൽ വരുന്നുണ്ട്. പിന്നെ സ്ട്രീറ്റ് റൗഡീസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൽ ഒരു ഇതും കാണുന്നില്ലായിരുന്നു, അതായത് ഒരു തടസ്സവും ഇല്ലായിരുന്നു. ഭയങ്കര ഡിറ്റർമെൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഓട്ടോബയോഗ്രഫിയൊക്കെ പബ്ലിഷ് ചെയ്തു. പാരൻസിൻ്റെ അടുത്ത് പോയി നിൽക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല.
അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാവുന്നുണ്ട്, രേവതിക്ക് അമ്മയെ നോക്കണം എന്നുണ്ട്. സോ പൈസ അങ്ങനെയാണ്, പൈസയ്ക്ക് ആവശ്യം വന്നതുകൊണ്ടാണ് ഈ സെക്സ് ലൈഫിലോട്ടൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഷീ കെയിം ബാക്ക് ടു വർക്ക് ഇൻ സംഗമ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എ സിംഗിൾ ക്യാരക്ടർ. രേവതിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഓരോ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഇതിനകത്ത് പറയുന്നത്. അതെല്ലാം ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഏകദേശം എല്ലാ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം ഒരുപോലെ ആയിരിക്കും. ഫാമിലിയിൽ നിന്ന് നല്ല രീതിയിൽ എതിർപ്പുകളും വഴക്കും വയലൻസും ബ്രൂട്ടലി പണിഷ്മെൻറ്റും, സൊസൈറ്റിയിൽ നിന്നും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതായത് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസിനകത്ത്, അതായത് ഇങ്ങനെ ഈ ഒരു ബുക്കിനകത്ത് ചോദിക്കുന്നുണ്ട്, വാട്ട് ആം ഐ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റിക്ക് വേണ്ടി നമ്മുടെ തിയറി, അതായത് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കുവാണെങ്കിൽ ക്യൂർ തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യൂർ തിയറി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൽ മൈനോറിറ്റീസിന് വേണ്ടി, അതായത് ഇവരുടെ വർക്ക്സ് അനലൈസ് ചെയ്യാനും ഇവർ നമ്മൾ തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ക്യൂർ തിയറിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താണ്, ഇവരുടെ ഹിജ്റ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഓരോ ടേംസും കണ്ടീഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. ഈ കൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്തേ പറ്റൂ. ഓക്കെ, പക്ഷേ രേവതി ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നിന്ന് അങ്ങനെ പോയ ആളല്ല. അതിൽ നിന്ന് പുറത്ത് ചാടി പുറത്ത് വന്ന് പിന്നെന്താണ് തൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ക്യൂർ തിയറി വഴി നമ്മൾ ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചും അവരുടെ സെക്ഷൽ മൈനോറിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് രേവതി ഒരു ബോയ് ആയിട്ടാണ് ജനിച്ചതെങ്കിലും അവരുടെ ജെൻഡർ എന്താണ് അതല്ല എന്ന് മനസ്സിലാക്കിയാണ് അവരെന്തായി മാറിയത്, മസ്കുലൈൻ അല്ല ഫെമിനൈനായിട്ട് ഇവർ മാറിയത്. ഓക്കെ, അങ്ങനെയാണ് ഇവർ വുമൺ ആവാൻ വേണ്ടി ഇതായത്. സോ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് മാറി അവർ, അല്ലേ. അതായത് അമ്മ ചെയ്യുന്ന കണക്ക് മുറ്റം തൂക്കാനും ഹൗസ് വർക്ക് ചെയ്യാനും കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനും പിന്നെ ഗേൾസിൻ്റെ ഗെയിംസ് മാത്രം കളിക്കാനും ഡാൻസ് കളിക്കാനും ഗേൾസിനെ പോലെ ഒരുങ്ങി ഡാൻസ് കളിക്കാനും ഒക്കെ ആയിരുന്നു ഇവർക്ക് താല്പര്യം. ദെൻ പിന്നെ ഇവർ വർക്ക് ചെയ്യുന്നത് പിന്നെന്താണ്, അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, ആദ്യം വന്ന ഗുരു എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഇവരെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ പിന്നീട് വന്ന ഗുരു എന്ന് പറയുന്നത് എന്താണ്, ഇവർ വേറൊരു ഗുരുവായിട്ടുള്ള മാതുങ്കയുടെ അടുത്താണ് ഇവർ ജോയിൻ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് അവർ പിന്നെന്താണ് സെക്സ് വർക്ക് ഹാപ്പിലി ആയിട്ട് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് താല്പര്യമില്ലെങ്കിലും പക്ഷേ പൈസയ്ക്ക് വേണ്ടിയാണ് ഇവർ ചെയ്തിരുന്നത്. ഓക്കെ, സെക്സ് വർക്ക് ലെഫ്റ്റ് ചെയ്തിട്ടാണ് ഇവർ സംഗമ എന്നുള്ള ഇതിൽ വരുന്നത്. എന്നിട്ട് അവർ സീനിയർ ഓഫീസറെ കണ്ടു, അവർ ഫോൾ ഇൻ ലവ് ചെയ്തിട്ട് കല്യാണം കഴിച്ചിട്ട് പിന്നെ അതൊരു നോർമൽ ലൈഫ് ആകാൻ നോക്കിയിട്ടും പറ്റിയില്ല, റിലേഷൻഷിപ്പ് എൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടിയുള്ള അനാലിസിസ് ഒക്കെ നടത്താം. ട്രാൻസ്ജെൻഡർ എന്നുള്ള ടേം എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള ട്രാൻസ് ജോണർ എന്നുള്ള വാക്കിനകത്തു നിന്നും വന്നിട്ടുണ്ട്. അതായത് ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അയാളുടെ ബയോളജിക്കൽ സെക്സുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ജനിക്കുന്ന ആ ഒരു ബയോളജിക്കലായിട്ടുള്ള സെക്സുമായിട്ട് അയാളുടെ മൈൻഡിൽ തോന്നുന്ന ആ ഒരു ഫെമിനൈൻ ആണോ മസ്കുലൈൻ ആണോ അല്ലെങ്കിൽ അതായത് നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും തമ്മിലൊരു ചേർച്ചയില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആളുകളെ നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് പറയാം. അത് 1970s ഈ ഒരു ടേം ഭയങ്കരമായിട്ട് പോപ്പുലറൈസ്ഡ് ആയത്. ഓക്കെ, അപ്പോൾ അതായത് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് വൺസ് ഐഡൻറ്റിറ്റി ഡസൻറ്റ് ഗോ വിത്ത് വൺസ് അസൈൻഡ് സെക്സ്, അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഹിജ്റാസ്, തിരുനങ്കൈ, ഇങ്ങനെ പല പേരുകളിട്ടാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മിത്തോളജിക്കൽ ടെക്സ്റ്റായിട്ട് രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പിന്നെന്താണ് ഹിജ്റാസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് രാമൻ 14 വർഷക്കാലം പോകാൻ വേണ്ടി വനവാസത്തിന് വേണ്ടി പോയപ്പോൾ രാമനെ യാത്രയാക്കിയതിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസും ഉണ്ടായിരുന്നു. രാമൻ തിരിച്ചു വരുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ ഇവർ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഹിജ്റാസിനെ കുറിച്ച് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ പോലെയാണ് ഇതിനകത്ത് രാമായണത്തിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് രാമൻ ഇവരെ അനുഗ്രഹിക്കുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ രേവതിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രേവതി ഫെൽറ്റ് ലൈക്ക് എ ഗേൾ, പക്ഷേ ബൈ ബർത്ത് ബോയ് ആയിരുന്നു. ആൻഡ് അതായത് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുമായിരുന്നു. ബ്രദേഴ്സാണ് കൂടുതലും ബീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കൊല്ലുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അങ്ങനെ ഫേസും ഹെഡും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയൊക്കെ തടുത്തിട്ടുണ്ട്. അങ്ങനെ ഹാൻഡ്സും കാലും എല്ലാം, അതായത് കൈയും കാലും എല്ലാം നല്ല രീതിയിൽ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ബ്രദർ ബാറ്റൊക്കെ വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. സ്കളൊക്കെ തകർന്നിട്ടുണ്ട്, ഇവരുടെ തലയോട്ടിയൊക്കെ തകർന്നിട്ടുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു പിന്നെ അവസ്ഥ. ലേഡി ബോയ് എന്നൊക്കെയായിരുന്നു ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത്, നമ്പർ 9 എന്നൊക്കെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് റൗഡീസിൽ നിന്നും പോലീസുകാരിൽ നിന്നുമാണ് പിന്നീട് ഇവർക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തപ്പോൾ ഒരുപാട് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതായത് സെക്സ് വർക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രം ആയിരുന്നു ശരിക്കും
പറഞ്ഞാൽ എക്സിസ്റ്റൻസിന് വേണ്ടി മാത്രമായിരുന്നു. പിന്നെ ഇവരുടെ സെക്ഷൽ ഫീലിങ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും കൂടിയാണ് ഇവർ പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്നത്. ഓക്കെ, പക്ഷെ അതിനകത്ത് വയലൻസും ഹൊററും മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ സെക്സ് വർക്ക് വിട്ടത്. അതായത് പിന്നെ പോലീസ് എന്താണ് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമായിരുന്നു, കൈക്കൂലി മേടിക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്താണ് പോലീസ്മാൻ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഇവർ റേപ്പ് ചെയ്യുമായിരുന്നു, ക്ലോത്ത്സ് ഒക്കെ ഊരി കളയുമായിരുന്നു. പ്രിസണേഴ്സൊക്കെ വാച്ച് ചെയ്യുന്ന സമയം വരെ കാല് പിടിച്ച് കരഞ്ഞിട്ടും അങ്ങനെയൊക്കെ എപ്പിസോഡ് ഇതിനകത്ത് പറയുന്നുണ്ട്. കാല് പിടിച്ച് കരഞ്ഞിട്ട് പോലും വിട്ടിട്ടില്ല എന്നുള്ളത്. അതായത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി സാരി വലിച്ചൂരുക, അതൊക്കെ. അപ്പോൾ ഈ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഹിജ്റാസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുകയാണ്, ഭയങ്കര വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഇതാണ്. പിന്നെ കല്യാണം കഴിച്ച ആളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് അയാൾക്ക് എല്ലാ ലവും എല്ലാം കൊടുത്തിട്ട് പോലും അയാൾ എന്ത് ചെയ്യാണ്, റെസിപ്രോക്കേറ്റ് ചെയ്യാതെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവസ്ഥ എന്ന് അവരിങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ തേർഡ് ജെൻഡറിനെ സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടും പക്ഷേ ഇവരെ പോലുള്ളവർക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് സർവീസിലാണെന്നുണ്ടെങ്കിലും. തമിഴ്നാടുവിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. പക്ഷേ എന്നാലും ഇവരുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഉപദ്രവിക്കാൻ വരിക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും, ഇവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ടോയ്ലറ്റ് സെക്ഷനിൽ പോയാൽ പോലും മെയിലും ഫീമെയിലും ഉള്ളൂ, ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇല്ല. അപ്പം അങ്ങനെ അവരെന്തെങ്കിലും ഇപ്പം അവർ കയറി ഫീമെയിൽ സെക്ഷനിൽ യൂസ് ചെയ്താൽ ഇവരെ പേടിപ്പിച്ച് ഓടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ ഇതിനകത്ത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 377 ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ആ സെക്ഷനൊക്കെ നീക്കി കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് ബില്ലെന്ന് പറഞ്ഞ് 2014 ഇറങ്ങിയിട്ടുണ്ട്. അത് ഇവർക്ക് വേണ്ടി ഇവരുടെ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും എന്ത് ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞേക്കുന്നത്, സൊസൈറ്റി ഇതുവരെ ഇവരെ എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നിർത്തുന്നത്.